തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. സംഭവത്തിൽ 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM-ഉം ഡിവൈഎഫ്ഐയും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം 30ഓളം വരുന്ന സംഘമാണ് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർക്കെതിരെ അക്രമം നടത്തിയത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ബിൻ അൻവർ അടക്കം 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാലറിയുന്ന 20 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുഹൈലിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം നടത്തിയത്. 8ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ CPM നഗരൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നഗരൂർ മുൻ മേഖലാ പ്രസിഡന്റുമായ അഫ്സൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ പിന്തുണയോടെയാണ് അക്രമം നടന്നതെന്നും ഇത്തരം അക്രമങ്ങൾ യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സുഹൈലും KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സഹിൽ ബിൻ അൻവർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ്. K. സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷം അവർ ആവിഷ്കരിച്ച ഒരു സെമി കേഡർ പരിപാടി, അതിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്തെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. നാടിൻ്റെ സമാധാനം ഉറപ്പുവരുത്താൻ യൂത്ത് കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സംഘം അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിന് ഡിവൈഎഫ്ഐക്ക് തയ്യാറാവേണ്ടി വരും. പൊതുസമൂഹം ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ തള്ളിക്കളയാൻ തയ്യാറാവണം. ഇവരെ ഒറ്റപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ സുഹൈലും സഹിലും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളുമായി ഇരിക്കുന്നവരാണ്. എത്ര ക്രൂരമായിട്ടാണ് ഈ അക്രമം നടത്തിയത്. ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കും. നഗരൂരിൽ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.